പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അവരെ ഭരണഘടനയ്ക്കുള്ളിൽ നിർത്തുക എന്ന ദൗത്യം നിറവേറ്റുമെന്നും ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് ഒരു ഉമ്മാക്കി കാട്ടിയും തന്നെ വിരട്ടേണ്ടെന്നും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ജനം ടിവിയിലെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ സി.വി. ആനന്ദബോസ്. ഒരു ഗവർണർ എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഒരു മുഖ്യമന്ത്രി പെരുമാറാൻ അനുവദിക്കാൻ പാടില്ല. ആ വ്യത്യാസം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് രീതി എന്ന നിലയിലുള്ള വ്യക്തിപരമായ പെരുമാറ്റം അവിടെ നിൽക്കും. പക്ഷേ ഭരണഘടനയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവരുടെ ജനാധിപത്യം ഉയർത്തുന്ന ഭീഷണി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് നിലകളിലും വ്യത്യസ്തമായി പെരുമാറിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ഭരണഘടനയ്ക്കുള്ളിൽ നിർത്തേണ്ടത് നിർത്തുക എന്നുള്ള ദൗത്യമാണ് എനിക്കുള്ളത്. ഇന്ത്യ മഹാരാജ്യത്തിന് അത് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പൊതുവെ ആർ യു സേഫ് ഇൻ രാജ്ഭവൻ? കാരണം ഇതിനു മുമ്പും താങ്കളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും മമതയുടെ ബുദ്ധി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഞാൻ രാജ്ഭവനിൽ സുരക്ഷിതനാണോ എന്നൊരു ചോദ്യം. മമതാ ബാനർജിയുടെ ചോദ്യം, ഞാൻ രാജ്ഭവനിൽ ഇരിക്കുവോളം കാലം അവർ സുരക്ഷിതയല്ല എന്നാണ്. ഇതിലേത് ശരി ഏത് തെറ്റ് എന്ന് വഴിയെ കാണാം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, രാജ്ഭവനെ നിന്നുകൊണ്ട് ചാരപ്രവർത്തനം നടത്തുന്ന, വിധ്വംസക പ്രവർത്തനം നടത്തുന്ന, ഗവർണർക്കെതിരെ നീങ്ങുന്ന പോലീസുകാരോട് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു. ഇത് രംഗം 1. രംഗം 2, ഏതാനും ദിവസം കാത്തിരുന്ന് കാണുക. ശുദ്ധീകരണമുണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. രാജ്ഭവനിൽ ഗവർണർ വീട്ടു തടങ്കലിലാണോ എന്ന് കോടതി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. അതിൻ്റെ ഉത്തരം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഏതാനും ദിവസം കാത്തിരിക്കുക. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കും. രാജ്ഭവൻ സ്വതന്ത്രമാവും, രാജ്ഭവൻ സംരക്ഷിക്കപ്പെടും. ഒരു ഉമ്മാക്കി കാട്ടിയും ഈ ഗവർണറെ വിരട്ടാമെന്ന് നോക്കണ്ട. കുത്തഴിഞ്ഞു കിടക്കുന്ന ഭരണ സംവിധാനം ഈ സർക്കാർ പിരിച്ചുവിടാനുള്ള ശുപാർശ ചെയ്യുമോ? മറ്റൊരു കാര്യം കൂടി, ഒരുപക്ഷെ മമത ആഗ്രഹിക്കുന്ന അതായിരിക്കുമോ? കൂടുതൽ സഹതാപം കിട്ടാൻ വേണ്ടി ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ആസൂത്രണവും അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടാവും. ഈ വിഷസ് വെയർ ഹോഴ്സസ് ബഗേഴ്സ് വുഡ് റൈഡ് എന്ന് പറയാറുണ്ട്. അതേ എനിക്കിപ്പോഴും പറയാറുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയെ ധിക്കരിച്ച് ആരെന്ത് മോഹിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. നിശ്ചയമായും കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.